നമ്മൾ ബസ്സൊക്കെ കുറച്ച് മാറിയാണ് പാർക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എല്ലാ വർഷവും ഓടി ഓടി കയറുന്നതാണ്. പക്ഷേ ഈ വർഷം എന്താ പറ്റിയെന്ന് അറിയില്ല, എനിക്ക് ചെറിയൊരു കഴിയില്ല എന്നൊരവസ്ഥയായിരുന്നു. എന്നാലും കയറി തുടങ്ങി. ജസ്റ്റ് ഒന്നാം സ്ഥലം കയറിയപ്പോൾ തന്നെ ഐ വാസ് ടയേർഡ്. പ്രായമായി എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കിയതിൻ്റെ സമയമായിരിക്കുന്നു. അപ്പോൾ ഒന്നാം സ്ഥലം പോലും എത്തിയിട്ടില്ല. ബട്ട് ഐ ആം ടയേർഡ്. മൊത്തത്തിൽ വേർത്ത് കുളിച്ചൊരു പരുവം. ഒന്നാം സ്ഥലം കയറി ദൈവം ഞാൻ ഇത്രക്ക് പ്രായമായോ എന്ന് വെച്ചാൽ ആ ഒരു റിയാലിറ്റി എന്നെ ഭയങ്കര ഹിറ്റ് ചെയ്യണ പോലെ എനിക്ക് തോന്നി. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്നാം സ്ഥലം കയറാനുള്ള ഒരു പാട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒന്നാം സ്ഥലം കയറി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള 13 സ്ഥലവും സിമ്പിളായിട്ട് നമുക്ക് എത്തും. ഇവിടെ നോക്കുമ്പോൾ തന്നെ 2ാം സ്ഥലം കാണാം. അങ്ങനെ മൊത്തം 14 സ്ഥലങ്ങളാണുള്ളത്. അങ്ങനെ പതുക്കെ കയറി അങ്ങനെ 3ാം സ്ഥലം എത്തി. അങ്ങനെ ഓരോ സ്ഥലങ്ങൾ കഴിഞ്ഞ് നമ്മൾ 1 മണിക്കൂറേ എടുത്തുള്ളൂ. 1 മണിക്കൂർ കൊണ്ട് നമ്മൾ മലയുടെ മുകളിലെത്തി. അങ്ങനെ 11ാം സ്ഥലമായി. 1ാം സ്ഥലം കഴിഞ്ഞാൽ പിന്നെ 14 കണ്ണടച്ച് ഉറങ്ങണമെങ്കിൽ 14 എത്തും. അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിലും കയറി. ഏറ്റവും മുകളിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കോഫി കുടിച്ചു. എൻ്റെ കൂടെ എൻ്റെ അനിയനും ഉണ്ടായിരുന്നു. കോഫി കുടിച്ചപ്പോൾ പ്രത്യേക ഒരു ഫീലായിരുന്നു. അങ്ങനെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ നേർച്ചയിടാൻ വേണ്ടിയിട്ട് രൂപത്തിൻ്റെ അങ്ങോട്ട് എടുത്തു പോയി. ഗൈസ്, ഇത് ആന കുത്തിയ പള്ളിയാണ്. എല്ലാ വർഷവും നമ്മൾ വരുമ്പോൾ ഈ സെയിം കാഴ്ചകൾ തന്നെ കാണുന്നത്. പക്ഷേ ഓരോ വർഷവും അതിങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. എന്തോ ഒരു കൗതുകമുള്ള പോലെ. ആന കുത്തിയ പള്ളിയുടെ ഡീറ്റെയിൽസൊക്കെ അത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഗൈസ് പൊന്നിൻ കുരിശ്. നമ്മൾ ഇത്രയും മല കയറുന്നതും പൊന്നിൻ കുരിശ് മുത്തപ്പോ പൊന്മല കയറ്റുമെന്നും പറഞ്ഞിട്ടാണ്. ഇതിപ്പോൾ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? തോമസ് ലീഹ കുരിശും പിടിച്ചും മല കയറിയപ്പോൾ ആ പാറയിൽ തോമസ് ലീഹയുടെ കാൽപാദം പതിഞ്ഞെന്നാണ് പറയണേ. ആ കാൽപാദം ഇപ്പോഴും ഉണ്ട് ഗൈസ്. അതിങ്ങനെ നേരത്തെ നമുക്ക് വിസിബിളായിട്ട് കാണാമായിരുന്നു. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് അവരിതുപോലെ ഒരു എന്താ പറയുക, മൊത്തം ഗ്ലാസ്സൊക്കെ ഇട്ട് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് കാൽപാദത്തിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഏറ്റവും മുകളിലാണ്, മലയുടെ മുകളിൽ. അങ്ങനെ ദൂരെ കാണുന്നത് നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത സ്ഥലമാണ്. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് പതിയെ മല ഇറങ്ങാൻ തുടങ്ങി. ഇറങ്ങുന്നത് വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ബ്രേക്ക് ഇല്ലാത്ത വണ്ടി പോലെയാണ്. നമ്മളൊന്ന് ഇറങ്ങി തുടങ്ങിയാൽ പിന്നെ നമ്മൾ നിൽക്കത്തില്ല. ആ ഇറക്കം നമ്മൾ ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ പോയി നിർത്തുള്ളൂ. അങ്ങനെ നമ്മളത് അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് താഴ്വാരത്തെ പള്ളിയിൽ വന്നു. മല കയറുന്ന എല്ലാവരും പെരിയാർ നദിയിൽ വന്ന് കുളിച്ചിട്ടാണ് പോകാറ്. അത്യാവശ്യം തിരക്കേടില്ലാതെ കുറച്ച് കുളിസീനൊക്കെ കണ്ടു. നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പിള്ളേരെ കുറേ പേരൊക്കെ കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. താഴ്വാരത്തെ പള്ളിയിൽ അധികം നേരം സ്പെൻഡ് ചെയ്യാതെ നമ്മൾ തിരിച്ചു പോന്നു. രാവിലെ ഒരു 5:30 ആയപ്പോഴേക്കും വീടെത്തി. 7 മണിയായപ്പോൾ പള്ളിയിലും പോയി.